അന്ധകാരം പരത്താനല്ല, പ്രകാശം നിറയ്ക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് വേളയിൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലെ അന്ധകാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. സന്തോഷത്തിൻ്റെ നിമിഷം ഒരു വാക്ക് മതി അന്ധകാരമായിട്ട് മാറും, വിഷമായിട്ട് മാറും. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ശാഠ്യം മതി, എൻ്റെ ധാഷ്ട്യം മതി, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി മതി, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് അവിടെ അന്ധകാരം വിധിക്കുന്നവരായിട്ട് മാറരുത്. കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അവിടെ സന്തോഷം പകരുന്ന പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറാൻ, ആ സന്തോഷത്തോട് ചേരാൻ, ആ സന്തോഷത്തിന് കൂടുതൽ ഉണർവ് നൽകാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല. എന്ത് ചെയ്യുമ്പോഴും ഒക്കെ പരാതിയും അതുപോലെ കുറ്റപ്പെടുത്തലുകളും മാത്രമാകുമ്പോൾ എന്താ ഉണ്ടാകുക? അവിടെ അന്ധകാരം ഉണ്ടാവുക, ഒരു സന്തോഷം തന്നെ ഇല്ലാതാകും. അങ്ങനെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറരുത്. ഈ ക്രിസ്മസ് വേളയിൽ ഞാനായിരിക്കുന്ന കുടുംബങ്ങളിലെ, സമൂഹത്തിലെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രകാശം നിറയണം. എൻ്റെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ വെളിച്ചമാണെന്ന്. ആ വെളിച്ചം ഈ ലോകം മുഴുവനും നൽകാൻ വേണ്ടിയാണ് കടന്ന കർത്താവ് വന്നത്. ഇതുപോലെ ഞാൻ വെളിച്ചമാകുമ്പോൾ എൻ്റെ സമൂഹം മുഴുവനും വെളിച്ചം കൊടുക്കാൻ എനിക്ക് പറ്റും. എൻ്റെ ഉള്ളിൽ അന്ധകാരമാണ്, എൻ്റെ ഉള്ളിൽ ദുഷ്ടതയാണ് എങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുകയില്ല. ഞാനായിരിക്കുന്ന സമൂഹത്തിലെ, എൻ്റെ കുടുംബത്തിലെ പ്രകാശം പരത്തുന്ന വ്യക്തിയായിട്ട് മാറണം.